നമ്മളൊക്കെ ഓരോ ദിവസവും വ്യത്യസ്തമാണല്ലേ. നമ്മൾ വിചാരിക്കും പോലെ അല്ലല്ലോ ഓരോരോ ദിവസത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതേപോലത്തെ പ്രായക്കാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. അവരാണല്ലോ എന്തൊക്കെ എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണം തീരുമാനിക്കുന്നത്. അപ്പോൾ ദാ ആളിന്ന് നല്ല അടിപൊളി മൂഡിലാണ് കേട്ടോ കിടക്കുന്നത്. കളിയും ചിരിയൊക്കെ ആയിട്ട് നല്ല ഹാപ്പി മൂഡാണ്. ഇന്ന് മക്കൾക്ക് സ്കൂളില്ല. അപ്പോൾ ലഞ്ചിൻ്റെ കൂടെ ഞാനിപ്പോൾ കുറച്ച് പായസം കൂടി റെഡിയാക്കിയിട്ടുണ്ട്. മക്കൾക്ക് സ്കൂളില്ലാത്ത ദിവസം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ അവർക്ക് വേണ്ടി റെഡിയാക്കി കൊടുക്കലുണ്ട് കേട്ടോ. ഇതിപ്പോൾ അവർക്ക് വേണ്ടിയിട്ടല്ല, എനിക്ക് വേണ്ടിയിട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പായസം കുടിക്കുന്നത്. ഐ ആം എ പായസം ലവർ, പായസം കൊതിച്ചി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്രയും ഞാൻ കഴിക്കൂട്ടോ. ചെറുപയർ പരിപ്പിൻ്റെ പായസമാണ് ഏറ്റവും ഫേവറേറ്റ്. ഇപ്പോൾ കുട്ടികൾക്ക് സ്കൂളില്ലാത്ത ദിവസം എനിക്ക് ഭയങ്കര ഒരു സന്തോഷം സമാധാനമൊക്കെ ഉണ്ട് കേട്ടോ. കാരണം നമ്മളെ ബേബീനെ കളിപ്പിക്കാനും കൊഞ്ചിക്കാനും എടുത്തുകൊണ്ട് നടക്കാനൊക്കെ വീട്ടിലെ ആളാണല്ലോ. ഫുള്ളായിട്ട് അവരെങ്ങനെ ഏൽപ്പിക്കാൻ കഴിയില്ലെങ്കിലും കുറച്ചൊരു സമാധാനം തന്നെയാണ് കേട്ടോ. മോനും കുറച്ചധികം നന്നായിട്ട് തന്നെ കുഞ്ഞിനെ കെയർ ചെയ്യണത് കാണുമ്പോൾ എനിക്ക് ഉള്ളിൽ ഭയങ്കര സന്തോഷമാണ്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഉമ്മമാരുടെ മനസ്സിൽ എപ്പോഴും സന്തോഷമാണല്ലോ. ഈ ഒരു തൊട്ടിലുണ്ടല്ലോ വാങ്ങുന്ന സമയത്ത് ഞാൻ ഇക്കാൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഇത് മുതലാവില്ല കേട്ടോ, നല്ല റേറ്റ് വരുന്നുണ്ട്. ഇത് കുറച്ച് ദിവസം കിടന്നാൽ പിന്നെ കുട്ടികൾ കിടക്കൊന്നുമില്ല എന്ന്. പക്ഷേങ്കിൽ എനിക്കിത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ ധൃതിയായിട്ടുള്ള പണീൻ്റെ സമയത്തൊക്കെ ഇതാണ് ഓൺ ചെയ്ത് കിടത്തി കൊടുത്താൽ മൂപ്പരധികം കിടന്ന് എങ്ങനെ ആടിക്കോളൂ കേട്ടോ. അപ്പോൾ അതാ നമ്മളെ വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് പോകുന്ന ഒരു ഗസ്റ്റാണ് ഈ ഇരിക്കണ ഒരു ഇത്തിരി കുഞ്ഞ് പൂച്ചക്കുട്ടി കേട്ടോ. എന്തിനാണ് ആളിവിടെ വരണതെന്ന് അറിയില്ല. ഇടയ്ക്കിടയ്ക്ക് വരും, എന്നിട്ട് ജിയോ ബേബിൻ്റെ ആ ഒരു തൊട്ടിലിൻ്റെ അടുത്ത് കുറച്ച് നേരം ഇരിക്കും, പിന്നെ പോകും. ഇങ്ങനത്തെ 3 ആളുണ്ട് കേട്ടോ. ഇവർ ചിലപ്പോൾ ടീമായിട്ട് വരും, ചിലപ്പോൾ ഒറ്റക്കൊറ്റയ്ക്ക് വരും. നിർഭാഗ്യവശാൽ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആളിപ്പോൾ ജീവനോടെ ഇല്ല കേട്ടോ, ചത്തു പോയിട്ടുണ്ട് പാവം. എങ്ങനെയോ നായ കടിച്ചതോ എന്തൊക്കെയാണ്. 3 പൂച്ചക്കുട്ടികളും ചത്തുപോയിട്ടാ. അത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. അപ്പോൾ അത് അറിയാമോളെ പരിപാടിയാണിത്. ഓരോ ദിവസം ഓരോരോ ബ്ലാങ്കറ്റ് ഡ്രസ്സൊക്കെ വെച്ചിട്ട് ബേബീനെ ഇങ്ങനെ പുതപ്പിക്കുക ഉടുപ്പിക്കുക, എന്നിട്ട് അതിങ്ങനെ വെച്ച് ഫോട്ടോ എടുക്കുക, അവനെ കൊഞ്ചിക്കുക. ഇതാണ് ഇവിടെ മെയിനായിട്ടുള്ള പരിപാടി കേട്ടോ. അതിൻ്റെ ഇടയിൽ ബേബീൻ്റെ വക കുറച്ച് നുള്ളലും പിച്ചിലൊക്കെ അവൾക്ക് കിട്ടും. ചിലപ്പോൾ കരച്ചിലും ബഹളമൊക്കെ ആണ് കേട്ടോ. എന്നാലും അവൾ കൊഞ്ചിക്കലിന് കുറവൊന്നുമില്ല. ഇപ്പോൾ അടുത്തായിട്ട് മക്കൾക്ക് കൊടുത്തയച്ചിട്ടുള്ള കുറച്ച് ടോയ്സാണിത്. ടോയ്സ് വാങ്ങിക്കാനും കൊടുത്തയക്കാനും ഇത്രയും ഇഷ്ടമുള്ള ഒരു ഉപ്പച്ചി ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അത്രയും കൊടുത്തയക്കും. എനിക്കാണെങ്കിൽ ഇതൊന്നും അത്ര വലിയ താല്പര്യമില്ല. കാരണം കൊടുത്തയച്ചാൽ ആ ഒരു കുറച്ച് ദിവസത്തെ ആ ഒരു ഇൻട്രസ്റ്റേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇതൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. നമ്മൾ അടിക്കുമ്പോഴും തുടക്കുമ്പോഴൊക്കെ ഇതിങ്ങനെ ഒതുക്കി പെറുക്കി വെക്കലൊരു വലിയ പണിയാണ്. അതുകൊണ്ട് എനിക്ക് ടോയ്സ് അല്ലാതെ വാങ്ങിക്കണം, എന്നോട് അത്ര താല്പര്യമില്ല കേട്ടോ. പിന്നെ ഇതിപ്പോൾ ഒരു ട്രെൻഡാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തയച്ചതാണ്. ഞാനിതിങ്ങനെ മോന് ചെയ്യുമ്പോൾ പറയും ഇത്രയും വലിയ കുട്ടിയായിട്ട് എനിക്കിതൊന്നും മതിയായില്ലേ. അപ്പോൾ അവൻ അതിൻ്റെ ബോർഡ് എടുത്ത് കാണിച്ചു തരും. ഇത് 15 വയസ്സുള്ള കുട്ടിയൊക്കെയുള്ളതാണ്, ഉമ്മച്ചിയെ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. കളിക്കാനിപ്പോൾ പ്രായം ഒരു തടസ്സമല്ലാന്ന് ഇപ്പോഴാണ് അറിഞ്ഞത് കേട്ടോ. എല്ലാ പ്രായക്കാർക്കും ടോയ്സ് ഇറങ്ങുന്നുണ്ട്. അതിൻ്റെ കൂടെ എനിക്ക് റിയമോൾക്കും കുറച്ച് ഹെയർ ആക്സസറീസ് അതും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. നല്ല വെറൈറ്റി ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതായി ഒരു ഇത്തിരി കുഞ്ഞൻ ഫാനും, ഇതും നല്ല യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മളെ